വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ പുതിയതായി തുടങ്ങിയതല്ല, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇടപെടലുകൾ ഈ പുതിയതായി തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ടുണ്ട് അതിവിടെ. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നേരത്തെ പ്രമോദ് സാറ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് വൈകാരികമായൊരു തലത്തിലേക്ക് ആ വിഷയം മാറിയിരിക്കുന്നതാണ്. ഇപ്പോൾ വൈകാരിക തലത്തിലേക്ക് മാറി എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ഈ വിഷയം തന്നെ തണ്ണീർക്കൊമ്പനും അരിക്കൊമ്പനും എന്നാണ് ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ. അത് തന്നെ അതിനോട് വിയോജിപ്പുണ്ട് എനിക്ക്. കാരണം അത് തന്നെ സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായി ഈ പ്രശ്നത്തെ സമീപിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളിതിൻ്റെ കുറേയൊക്കെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ വെറുതെ തമസ്കരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് പോളിസി വരുന്നത് 1952. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ 52 പോളിസി വരുമ്പോൾ നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ, വികസനം, പലതരം വ്യവസായങ്ങൾ. കാരണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അധികം കാലമായിട്ടില്ല, ഈ രാജ്യം അങ്ങനെ പുരോഗമിച്ചേ പറ്റൂ. അപ്പോൾ അന്നത്തെ ഫോറസ്റ്റ് പോളിസിയുടെ പ്രധാന മെറ്റിൽ എന്ന് പറയുന്നത് ഫോറസ്റ്റിനെ ഒരു റവന്യൂ റിസോഴ്സായി മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. റവന്യൂ കിട്ടാനുള്ളൊരു മാർഗമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടായി, പല കാടും വെട്ടിത്തെളിച്ച് അവിടെ ഏകവിള തോട്ടങ്ങളുണ്ടാക്കി, തേക്ക് തോട്ടങ്ങളും. പിന്നീട് 80കളൊക്കെ വന്നപ്പോഴത്തേക്ക് അതിൽ അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് മുതൽ ഇൻഡസ്ട്രീനെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മുടെ സ്വാഭാവിക വനങ്ങളുടെ വ്യാപ്തി കുറഞ്ഞ് തോട്ടങ്ങളായി മാറുകയാണ്. അത് തെറ്റായിരുന്നു എന്ന് അന്നത്തെ കാലത്ത് ശരിയുമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് ഒരു കാരണമായിട്ടുണ്ട്. കാരണം അവയുടെ ഫോഡർ, അവയ്ക്ക് തിന്നാനുള്ള അത് കുറവ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ 2021 തിരിച്ചുപോക്ക്, അതിനെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗമായി വനംവകുപ്പ് പോകുന്നു. ഇക്കോ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ഏകവിളത്തോട്ടങ്ങളെ മാറ്റി സ്വാഭാവിക വനമാക്കി അതിനെ മാറ്റുക എന്നുള്ളതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുൻപ് കാലത്ത് ചെയ്തത് അന്നത്തെ ശരിയും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തെറ്റും അങ്ങനെ തർക്കിക്കുന്നതിൽ കാര്യമില്ല. അത് ഓരോ കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള, ഇപ്പോൾ 52 വന്ന പോളിസി 88 നമ്മൾ റിന്യൂ ചെയ്യുന്നത്. 88 റിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ലോകത്ത് ആകമാനം വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. വനത്തിനെ ഒരു റിസോഴ്സ് എന്ന രീതിയിൽ അല്ല മാനേജ് ചെയ്യേണ്ടത്, മറിച്ച് അത് കാലാവസ്ഥയ്ക്കും പരിസ്ഥിതി സന്തുലനത്തിനും ആവശ്യമായ ഒരു അനിവാര്യമായ ഇക്കോസിസ്റ്റം സർവീസസ് തരുന്ന ഒരു ഘടകം എന്ന നിലയ്ക്കാണ് അതിനെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വനം എന്ന് പറയുന്ന സാധനത്തിനെ നിലനിർത്തണം പരമാവധി. അതൊരു റിസോഴ്സ് അല്ല. അപ്പോൾ ആദ്യം നമുക്ക് പ്രൊട്ടക്ഷൻ ഫോറസ്ട്രി ആയിരുന്നു കൺസെപ്റ്റ്. പക്ഷേ 80കളുടെ അവസാനമാകുമ്പോഴത്തേക്കും അത് പ്രൊട്ടക്ഷൻ ഫോറസ്റ്റിലേക്ക് മാറാണ്. 88 ആ പോളിസി പിന്നീട് മാറ്റുന്നത്. അപ്പം ഇങ്ങനെ കാലോചിതമായ പരിഷ്കാരങ്ങൾ ഇതിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഈ കിഫയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, ഈ 88 വളരെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം വരുന്നുണ്ട്. ഇന്ത്യയുടെ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗോദവർമ്മൻ തിരുമുൽപ്പാടിൻ്റെ കേസ് 202 അത് 88 വരുന്നത്. വരുന്ന സമയം അതിൽ വളരെ കൃത്യമായി പറഞ്ഞുള്ള ഒരു കാര്യം, ഈവൺ എ സിംഗിൾ ഗ്രാസ് ബ്ലൈഡ് ഓഫ് ഗ്രാസ് ഷാൽ ബി റിമൂവ്ഡ് ഫ്രം എ പ്രൊട്ടക്റ്റഡ് ഏരിയ. വന്യജീവി സങ്കേതങ്ങളിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു പുൽക്കൊടി പോലും റിമൂവ് ചെയ്യരുതെന്നാണ്. അത് വളരെ വലിയ ഗുണകരമായ ഒരു രീതിയിലാണ് തോന്നിയതെങ്കിലും പിൽക്കാലത്ത്, ഉദാഹരണമായിട്ട് ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിൽ, പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലൊക്കെ തന്നെ ഒരുപാട് തേക്ക് തോട്ടങ്ങളുണ്ട്, യൂക്കാലിപ്റ്റസ് തോട്ടങ്ങളുണ്ട്. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അത് അവിടെ തൊടാൻ പറ്റില്ല. കാരണം അത് വന്യജീവി സങ്കേതത്തിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇതാകട്ടെ ഒരു വന്യജീവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്വാഭാവികമായൊരു ഫുഡ് ബേസ് അല്ല. ഇവിടെ പല സ്ഥലത്തും റീജനറേഷൻ പോലും സംഭവിക്കുന്നില്ല. അതോടൊപ്പം തന്നെയാണ് മറ്റു പലതരത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ. ഇപ്പോൾ വയനാടൊക്കെ വളരെ വലിയ തോതിൽ സെന്ന എന്ന് പറയുന്ന അധിനിവേശ സസ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെയും ആ രീതി കൂടെ റിമൂവ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടൊന്നും പറ്റാതിരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ കിഫയെ പോലെയുള്ള ആളുകൾ ഈ വന്യജീവി സങ്കേതങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തേക്ക് തോട്ടങ്ങളൊക്കെ ഉള്ള പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ നിന്ന് ഇക്കോ റിസ്റ്റോറേഷൻ്റെ ഭാഗമായി അത് തിരിച്ചു പിടിക്കാൻ വേണ്ട ഒരു ശ്രമം നടത്തുമ്പോൾ സുപ്രീം കോടതി മുമ്പാകെ ഈ പ്രശ്നം പറയേണ്ടതാണ്. സുപ്രീം കോടതിയാണ് പറഞ്ഞത് റിമൂവ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ ഇത് അവതരിപ്പിച്ച് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അത് വനംവകുപ്പിൻ്റെ ഭാഗത്ത് ആ കാര്യത്തിൽ വീഴ്ചയുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുവരെ അങ്ങനെ ഒരു ശ്രമം നടത്തിയതായിട്ട് എൻ്റെ അറിവില്ല.
അപ്പോൾ ഇനി അതിൻ്റെ ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ കർഷകരുടെ പ്രശ്നം വളരെ രൂക്ഷമാണ്. അത് നിസ്സാരവൽക്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, വളരെ രൂക്ഷമാണ്. അതിൽ പണ്ട് നമ്മൾ ചോദിച്ച പോലെ മാവാണോ മൂത്തത് അണ്ടിയാണോ മൂത്തത് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അവർ കയ്യേറിയത് കൊണ്ടല്ലേ ഇവരിങ്ങോട്ട് ഇറങ്ങി വരുന്നത്, ഇവർ കയ്യേറിയത് കൊണ്ടല്ലേ അവർ വരുന്നത്. ഇതിനേക്കാൾ ഉപരി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ രണ്ട് കൂട്ടർ, അതായത് വനം വകുപ്പും ഈ കർഷകരും അല്ലെങ്കിൽ സർക്കാരും കർഷകരും ഈ വിഷയത്തിൽ ഒരുമിച്ചിരുന്നുള്ള ഒരു ഡയലോഗ് നടക്കുന്നില്ല. മറിച്ച് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ടുള്ള ഒരു തർക്കമോ അല്ലെങ്കിൽ ഒരു വാഗ്വാദമോ ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് ഒരു പ്രശ്നമുണ്ട്. വിവേകിയായ മനുഷ്യൻ എന്താ ചെയ്യുക? ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പഠിക്കും. അതിൻ്റെ പരിഹാര മാർഗം എന്താണെന്ന് നോക്കും. അത് ഒരു യെസ് ഓർ നോ പരിഹാര മാർഗം അല്ല എന്നുണ്ടെങ്കിൽ, അത് ദീർഘകാല പരിഹാരമാണ് ആവശ്യമെങ്കിൽ അതിന് വേണ്ട സ്റ്റെപ്സ് എടുക്കും. ഒപ്പം തന്നെ ഈ പ്രശ്നം മൂലമുള്ള ആഘാതം പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ഇപ്പോൾ എന്ത് ചെയ്യാനാകും? ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളിലേക്ക് അവർ അങ്ങനെ ചെയ്തു. ഈ നേരത്തെ സാറ് പറഞ്ഞതുപോലെ പൂർണ്ണമായും മറ്റേ വന്യജീവികളെ സംരക്ഷിക്കണം എന്ന് ഒരു കൂട്ടരും, അല്ല വന്യജീവികളെ മുഴുവൻ കൊന്നൊടുക്കണമെന്ന് മറ്റൊരു കൂട്ടർ. ഇതല്ല, ഇതിൻ്റെ ഇടയിൽ ഒരു സമവായത്തിൻ്റെ ഒരു ശ്രമമുണ്ട്. അത് ബോധപൂർവം നടക്കുന്നില്ല എന്നുള്ളതാണ്.